വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 2025 ആണ്ടിൻ്റെ ആദ്യ വിശുദ്ധ ദിവസത്തിൽ ഈ മാധ്യമത്തിൽ കൂടി നിങ്ങളോട് സംവദിക്കാൻ ലഭിച്ച അവസരത്തിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ വാട്സപ്പ് കൂട്ടായ്മ വേദപുസ്തകം ക്രമമായി വായിക്കുവാനും വേദപുസ്തക കഥാപാത്രങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനും എല്ലാവർക്കും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്നത്തെ കുറുവാക്യം 128 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യം. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ന്യൂയോർക്കിൽ ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റ് ആയി പ്രവർത്തിക്കുന്ന ഭാരതീയനായ വരീന്ദർ ഭല്ല ഭാരതത്തിലെ പട്ടിണിപ്പാവങ്ങളുടെ വിശപ്പടക്കുവാൻ തനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹത്തിൻ്റെ ഫലമായി തൻ്റെ മരണപ്പെട്ട മാതാവിൻ്റെ ഓർമ്മ നിലനിർത്തുവാനായിട്ട് 1991 ഒക്ടോബർ മാസം 23 ആഗിയ വന്ദിഭല്ല ഫുഡ് ബാങ്ക് എന്ന പ്രസ്ഥാനം ആരംഭിച്ചു. ഡൽഹിയിലെ വൻകിട ഹോട്ടലുകളിൽ നിന്നും മിച്ചം വരുന്ന ഭക്ഷണം ശേഖരിച്ച് അശരണർ ആയിട്ടുള്ള അനേകം ആളുകൾക്ക് നൽകുന്നു. ഭല്ലയ്ക്ക് 2 മക്കളാണ് ഉള്ളത്. അവർ പിതാവ് തങ്ങൾക്ക് നൽകുന്ന പോക്കറ്റ് മണിയിൽ നിന്നും ഒരു വിഹിതം ഈ പദ്ധതിക്കായി മാറ്റിവെക്കുന്നു. തങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്നും മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ ആ മക്കൾക്ക് പ്രചോദനം ലഭിച്ചത് പിതാവിൽ നിന്നുമാണ്. ആ പിതാവിനുണ്ടായ പ്രചോദനമാകട്ടെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളിൽ നിന്നുമായിരുന്നു. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഇപ്രകാരമാണ്: ഞാനൊരു ശിശു ആയിരുന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ പാവപ്പെട്ടവരെ വിളിച്ച് ഭക്ഷണം നൽകുന്നത് ഞാൻ മിക്കപ്പോഴും കണ്ടിട്ടുണ്ട്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനപ്പുറമായി ജീവിതത്തിൽ ചില മൂല്യങ്ങളുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ മാതാപിതാക്കളാണ്. ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ലഭിച്ച അഭ്യസനമാണ് ഭല്ല പറഞ്ഞിരിക്കുന്നത്. നാം ഈ ദിവസങ്ങളിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. ദൈവം ഭൂമിയിൽ ആദ്യമായി സ്ഥാപിച്ച കുടുംബം. ദൈവം തൻ്റെ ആഗ്രഹപ്രകാരവും ഇഷ്ടപ്രകാരവും സൃഷ്ടിച്ചാക്കിയ കുടുംബത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് തന്നോട് ചേർന്ന് നടക്കണമെന്നാണ്. ദൈവത്തോട് ചേർന്ന് നടത്തപ്പോൾ അവരുടെ ജീവിതത്തിൽ മറ്റ് പ്രതിസന്ധികളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അവർ ദൈവത്തിൽ നിന്നും അല്പം അകന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. അവിടെ അവർക്ക് പറുദീസ നഷ്ടമാകുന്ന അവസ്ഥയായി. പ്രിയമുള്ളവരെ, ഓരോ കുടുംബവും സ്ഥാപിക്കപ്പെടുന്നത് ദൈവഹിതപ്രകാരമാണ്. വിവാഹ ശുശ്രൂഷയിലൂടെ ഒരു പുരുഷനെയും സ്ത്രീയെയും ദൈവമാണ് കൂട്ടിച്ചേർക്കുന്നത്. അതുകൊണ്ട് ഓരോ കുടുംബവും ദൈവ കേന്ദ്രിതമായിരിക്കണം. ദൈവവചനത്തിനനുസൃതമായി ദൈവാശ്രയബോധത്തോടെ മാതൃകയായി കുടുംബജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഭൂമിയിലെ പറുദീസയുടെ അനുഭവം നമ്മുടെ കുടുംബത്തിൽ സംജാതമാകും. കുടുംബത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹമാണ് മക്കൾ. 127 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ദൈവം അനുഗ്രഹിച്ച് നൽകുന്ന മക്കൾ എങ്ങനെയാണ് എന്നും സങ്കീർത്തനക്കാരൻ പറയുന്നു. 128 സങ്കീർത്തനത്തിൽ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. നാം ആദ്യ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ആദാമിനും ഹവ്വയ്ക്കും ആദ്യമുണ്ടായ 2 മക്കൾ. മൂത്തവൻ കായീൻ, രണ്ടാമൻ ഹാബേൽ. മാതാപിതാക്കൾ അവരെ വളർത്തി. ഒരുവൻ കൃഷിക്കാരനും ഒരുവൻ ആട്ടിടയനുമായി. അവർ ദൈവത്തിന് വഴിപാട് നടത്തിയപ്പോൾ ഏറ്റവും മേൽത്തരമായത് ദൈവത്തിന് സമർപ്പിച്ച ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. ഇത് കായീനിൽ കോപം ഉളവാക്കി. അപ്പോൾ ദൈവം കായീനോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിന്നിൽ പ്രസാദിക്കുകയില്ലയോ? അവർ തനിക്ക് സമർപ്പിച്ച വഴിപാടിലേക്കാണ് ദൈവം നോക്കിയത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ വഴിപാട് സമർപ്പണം എപ്രകാരമായിരിക്കണം? നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവേലയ്ക്ക് വേണ്ടിയും നല്ല മനസ്സോടെ നൽകുവാൻ നാം പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ പൂർവികർ മുൻ തലമുറ ഇല്ലായ്മകളുടെ മധ്യത്തിലും ദൈവവേലയ്ക്കായി അത്യുത്സാഹത്തോടെ കൊടുത്തിരുന്നു. അതിൻ്റെ നന്മയാണ് ഇന്ന് നാം ഓരോരുത്തരും അനുഭവിക്കുന്നത്. നമ്മുടെ വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം സുവിശേഷ വേലയ്ക്കായി നൽകുവാൻ, നല്ല മനസ്സോടെ ദൈവത്തിന് നൽകുവാൻ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അപ്പോൾ നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും അധ്വാനത്തെ, നമ്മുടെ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. അങ്ങനെ ഈ പുതിയ വർഷത്തിൽ ഏറ്റവും സന്തോഷത്തോടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി
ആയിരിക്കുന്ന ഇടങ്ങളിൽ പാർപ്പാൻ വലിയവനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. മനുഷ്യനെ കുടുംബമായി ഈ ഭൂമിയിൽ പാർക്കുവാൻ അനുവദിച്ച ദൈവമേ, എല്ലാ കുടുംബജീവിതങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. ദൈവകേന്ദ്രിതമായി കുടുംബജീവിതം നയിക്കുവാൻ ദാനമായി ലഭിച്ച തലമുറയെ ദൈവാശ്രയബോധത്തിൽ നീതിയിൽ വളർത്തുവാൻ സഹായിക്കണമെന്ന് പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.